പത്മജ, ഒരൊറ്റ ജില്ലയിൽ വയനാട്ടിലാണ് ഇത്രയധികം മനുഷ്യർ പല ഘട്ടങ്ങളിലായി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ ഒരു അവസ്ഥയറിയാം. എൻ.എം. വിജയൻ്റെ അച്ഛൻ്റെ മരണം, സഹോദരൻ്റെ മരണം, ഇതെല്ലാം അവിടെ അങ്ങനെ സംഭവിച്ചു നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഈ മരണം ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റേതാണ്, ജോസ് നെല്ലേടം. അപ്പോഴും കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നടപടിയെടുക്കും എന്നാണ്. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഉറപ്പുകൾക്കും വാക്കുകൾക്കും എത്രമാത്രം എന്താ പറയുക, അതിലെത്രമാത്രം വിശ്വസിക്കാം? കോൺഗ്രസ് നേതാക്കൾ പറയുന്ന, കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ആ വാക്കുകളെ, ആ ഉറപ്പിനെ? 1% പോലും വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങളോട് അവർ ചെയ്തത് അങ്ങനെയാണ്. അച്ഛൻ മരിച്ചിട്ട് ഡിസംബറിലാണ് അച്ഛൻ മരിച്ചത്. ഒരു വർഷത്തോട് അടുക്കാൻ പോകുന്നു. 1% പോലും എനിക്ക് ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമില്ല. അതെന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇതിപ്പോൾ ഈ സംഭവം, ഞാൻ നിങ്ങളുടെ ഒരു ജീവിതാനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ അനുഭവമുള്ള നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയി കാണില്ല? ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പറയുകയാണ് അദ്ദേഹത്തെ കൊടുക്കാൻ, ജയിലിൽ അടയ്ക്കാൻ അവിടെ മറ്റ് പ്രവർത്തകരെല്ലാം ചേർന്ന് മദ്യം കൊണ്ടുവെക്കുന്നു, സ്ഫോടക വസ്തുക്കൾ വെക്കുന്നു, അതിൽ പേര് വരുന്ന മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്താ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അവര് ചതിക്കുകയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിനെ വിശ്വസിക്കുന്നവരെ അവര് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ തന്നെ ഒരു ജീവിതം നിങ്ങൾ കണ്ടില്ലേ? ഇത്രയും വർഷം പാർട്ടി എന്ന് വിചാരിച്ച് മാത്രം ജീവിച്ച ഒരാള്, ഒരു രൂപ പോലും പാർട്ടിയിൽ നിന്ന് സമ്പാദിക്കാത്ത ഒരാള്, അവരവരുടെ സ്വത്ത് മൊത്തം പാർട്ടിക്ക് വേണ്ടി കൊടുത്ത് ഒന്നുമില്ലാതായി പോകേണ്ട ഒരാളാണ് ഞങ്ങൾ അച്ഛൻ. അങ്ങനത്തെ ഞങ്ങളോടൊരു നീതി എന്ന് പറഞ്ഞ കാര്യം അവര് കാണിക്കുന്നില്ലല്ലോ. പറഞ്ഞ വാക്കുകൾ അവര് പിന്നെയും അവര് തെറ്റിക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാർട്ടിനെ നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല. ഈ പാർട്ടി, അച്ഛൻ വിശ്വസിച്ച പാർട്ടിയുടെ കൂടെ നിന്നവരാണ് ഞങ്ങൾ. പക്ഷെ അവര് ആ എഗ്രിമെന്റ് അവര് ഇതാക്കിയെന്ന് പറയുമ്പോൾ, അവര് നമുക്ക് തരാമെന്ന് പറഞ്ഞതിൽ ഉള്ള അവര് തന്നെ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് പാർട്ടിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൈവശം പോലും വെക്കാതിരുന്നത്. ഒരു ഫോട്ടോ പോലും എടുക്കണ്ട, വക്കീലിന്റെ അടുത്ത് നിന്നോട്ടെ, നിങ്ങളെടുത്തോ നമ്മളെടുത്തോ വേണ്ട എന്ന് പറഞ്ഞ് ആ MLA വാക്ക് ഞങ്ങൾ വിശ്വസിച്ചു. വിശ്വസിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈൻ ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്, അല്ലേ? MLA എന്ന് പറഞ്ഞാൽ സിദ്ദിഖാണോ ഉദ്ദേശിച്ചത്? ടി സിദ്ദിഖിന്റെ കാര്യമാണ്. അതെ, ടി സിദ്ദിഖാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് സൈൻ ചെയ്തത്. ശരി. അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് മറ്റാരൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത്? ഞാനും ഹസ്ബൻഡും പിന്നെ ടി സിദ്ദീഖും. ഇത്രയും പേരാണ് ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കോപ്പി കയ്യിലില്ല അല്ലേ? കോപ്പി എടുക്കണ്ട എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞങ്ങൾ സമ്മതിച്ചില്ല. എവിടെയുണ്ട്? കരാർ എവിടെയാണെന്ന് അറിയില്ല. സിദ്ദീഖിന്റെ കയ്യിലാണോന്ന് അറിയില്ല. കാരണം ജൂൺ 30 അവര് ചെയ്ത് തീർത്തു തരാ എന്ന് പറഞ്ഞ കാര്യം ജൂലൈ കഴിഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റ് ആയി. കഴിഞ്ഞതിന്റെ 2 ആഴ്ച മുന്നേ എന്റെ ഹസ്ബൻഡ് 10 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി. 10 ദിവസം കിടന്ന്, അന്നും സിദ്ദീഖുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു.